മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ദനഹക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ കത്തോലിക്ക തിരുസഭ നമ്മുടെ പരിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: യഹൂദർക്കുള്ള മുന്നറിയിപ്പ്. ആത്മീയ ജീവിതത്തിൽ ഈശോ മിശിഹായെ രക്ഷകനായി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ പറ്റി ചില മുന്നറിയിപ്പുകൾ ഈശോ മിശിഹ തന്നെ നേരിട്ട് നൽകുന്നതാണ് സാഹചര്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാമത്തെ വചനത്തില് നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ഈശോ യഹൂദരെ നോക്കി പറയുന്നു: നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഈ രണ്ട് വാചകങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ പരസ്പര വിരുദ്ധങ്ങളാണ്. ആരംഭത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രയത്നിക്കും, ആത്മീയ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്തിൽ ഈശോ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നശിക്കും. എന്താണ് ഈ ഒരു വൈരുദ്ധ്യത്തിന്റെ കാരണം? ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നവരാണ്. നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, ചിലപ്പോഴെങ്കിലും ജീവിതത്തിലെടുക്കുന്ന ഉപവാസങ്ങളിലൂടെ, പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ഈശോയെ, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. എന്നാൽ ഈശോ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു വെല്ലുവിളി ഇതാണ്: നമ്മുടെ അന്വേഷണങ്ങൾ യഥാർത്ഥമായ രീതിയിലുള്ള അന്വേഷണങ്ങളാണ്. ഇത് ശരിക്കും പരിചിന്തനം ചെയ്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായിട്ടുള്ള അന്വേഷണമല്ല എങ്കിൽ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ നശിക്കും. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ അവർ റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരാണ്. അവർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ എന്ന് പറയുന്നത് രാജകീയ പ്രൗഢിയോടെ, സൈന്യങ്ങളുടെ ആരവത്തോടെ, വളരെ ശക്തിയോടെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു മഹാനായകനായിട്ടാണ് രക്ഷകനെ അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ രക്ഷകൻ വന്ന് പിറന്നത് അവരുടെ പ്രതീക്ഷകളെ അതിലംഘിച്ചുകൊണ്ട് ഒരു സാധാരണ കാലിത്തൊഴുത്തിലാണ്. തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മറ്റൊരു രീതിയിൽ രക്ഷകൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ ദൈവാന്വേഷണങ്ങളിൽ ചില തടസ്സങ്ങൾ, ശരിയായ രീതിയിലുള്ള ദൈവാന്വേഷണം നടക്കാതെ ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഈശോയെ പൂർണ്ണ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈശോ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ദൈവാന്വേഷണങ്ങൾ ശരിയായ രീതിയിലാണ്. ഈശോയാണ് ഏകരക്ഷകൻ, അവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള അവബോധത്തോടെ എന്റെ ഹൃദയത്തിൽ രക്ഷകനായി ഈശോയെ സ്വീകരിച്ചുകൊണ്ടാണോ എന്റെ ബലിയർപ്പണങ്ങളും, എന്റെ കുടുംബ പ്രാർത്ഥനയും, ഉപവാസവും, മറ്റ് ആധ്യാത്മിക അഭ്യാസങ്ങളും. ദനഹക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം വലിയ ഒരു ധ്യാന വിഷയം നമ്മുടെ മുൻപിലേക്ക് വെച്ച് തരികയാണ്. ഈശോ പറയുന്നു, നിങ്ങളുടെ അന്വേഷണം ശരിയായ രീതിയിലല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. ഈശോയെ ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരുമ്പോൾ മാത്രമാണോ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തരുമ്പോൾ മാത്രമാണോ ഈശോയെ ഞാൻ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്? മറിച്ച് സംഭവിക്കുമ്പോൾ, എന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ സമയത്തും ഈശോയെ രക്ഷകനായി ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്. ഈശോ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ്. നമുക്ക് പരിചിന്തനം ചെയ്യാം. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി ദൈവത്തോട് മാപ്പ് ചോദിച്ച് ഹൃദയത്തിൽ ഈശോയെ രക്ഷകനായി സ്വീകരിച്ച് ഒരു തിരിച്ചു വരവിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. ഈ ദനഹകാലത്തിൽ ഈശോ മിശിഹായുടെ പ്രത്യക്ഷീകരണം, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു സാധാരണ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ ഈശോയുടെ പ്രത്യക്ഷീകരണത്തെ ധ്യാനിക്കുന്നു. ആ ഈശോയുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ധ്യാനിക്കുന്ന ഈ ആരാധനാ കാലത്തിൽ
പ്രത്യേകമായി നമ്മുടെ ജീവിതങ്ങളെ പരിചിന്തനം ചെയ്യാം. എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായും ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് രക്ഷകന്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ യഹൂദരെ പോലെ അതിനോട് എതിർത്ത് സംസാരിച്ച് അത് സ്വീകരിക്കാതെ രക്ഷകനെ മാറ്റി നിർത്തി രക്ഷയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണോ എന്റേത്? ഈ ഒരു പരിചിന്തനം ഇന്നത്തെ ഞായറാഴ്ച ചെയ്യുവാനായിട്ട് തിരുസഭ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് തിരിച്ചറിയാം, രക്ഷകനും നാഥനുമായി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ആ അവബോധത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ബലിയർപ്പണങ്ങളും കുടുംബ പ്രാർത്ഥനകളും ഉപവാസവും മറ്റു പ്രായശ്ചിത്ത പ്രവർത്തികളും ക്രമീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ഈശോ മിശിഹായുടെ പ്രത്യക്ഷീകരണം നമ്മുടെ ജീവിതത്തിലൂടെ ലോകം മുഴുവനിലും സംഭവിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.